നടിയെ ആക്രമിച്ച സംഭവത്തിൽ നുണപരിശോധനയ്ക്ക് തയ്യാറെന്ന് ദിലീപ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നു. വിശദാംശങ്ങളുമായി അരുൺ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. അരുൺ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്റെ നിർണായകമായ പ്രതികരണം ഏത് രീതിയിൽ വരുന്നു? പ്രജീഷ്, തീർച്ചയായും രണ്ടാമത്തെ തവണയാണ് FB പോസ്റ്റിലൂടെ തന്റെ നിലപാട് ഇത്തരത്തിലുള്ള അഭിപ്രായം ദിലീപ് വ്യക്തമാക്കുന്നത്. അതായത് പുതിയ വെളിപ്പെടുത്തലും പുതിയ മൊഴി പുറത്തു വന്ന സാഹചര്യവും ശബ്ദരേഖയും പുറത്തു വന്ന സാഹചര്യത്തിലാണ് ദിലീപ് ഇത്തരത്തിലൊരു പ്രതികരണവുമായി ഒഫീഷ്യൽ പേജിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കൃത്യമായത് ഇങ്ങനെയാണ്: സലീം കുമാറിനും അജു വർഗീസിനും നന്ദി. ഈ അവസരത്തിൽ നിങ്ങൾ നൽകിയ പിന്തുണ വളരെ വലുതാണ്. ജീവിതത്തിൽ ഇന്നേ വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയേ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു കേസിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി എന്നെ തേജോവധം ചെയ്യാനുള്ള ശ്രമം സോഷ്യൽ മീഡിയകളിലൂടെ വിശിഷ്യ നടക്കുന്നുണ്ട്. ചില മഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ഒളിഞ്ഞും തെളിഞ്ഞും എന്റെ ഇമേജ് തകർക്കാൻ ഒരു വിഭാഗം ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഗൂഢാലോചന നടക്കുന്നത് പ്രമുഖ ചാനലുകളുടെ അന്തഃപുരങ്ങളിലും അതിലൂടെ അവരുടെ അന്തിച്ചർച്ചകളിലൂടെ എന്നെ താറടിച്ച് കാണിക്കുക എന്നതുമാണ്. ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ എന്നേക്കുമായി എന്നിൽ നിന്ന് അകറ്റുക, എന്റെ ആരാധകരെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുക, അതിലൂടെ എന്റെ പുതിയ ചിത്രം രാമലീലയും തുടർന്നുള്ള സിനിമകളെയും പരാജയപ്പെടുത്തുക, എന്നെ സിനിമാ രംഗത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുക, ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നവരോടും എന്റെ രക്തത്തിനായി ദാഹിക്കുന്നവരോടും ഇവിടുത്തെ മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ: ഒരു കേസിലും എനിക്ക് പങ്കില്ല. സലീം കുമാർ പറഞ്ഞതുപോലെ ബ്രെയിൻ മാപ്പിങ്ങിനോ നാർക്കോ അനാലിസിസ് ടെസ്റ്റോ നുണപരിശോധനയോ എന്തുമാവട്ടെ, ഞാൻ തയ്യാറാണ്. അത് മറ്റാരെയും കുറ്റവാളിയാക്കാനല്ല, എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി മാത്രമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ എന്ന ചില വരികളിലാണ് അദ്ദേഹം തന്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ വന്ന സാഹചര്യത്തിൽ, ഈ മൊഴി പുറത്തു വന്ന സാഹചര്യത്തിൽ, ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വീണ്ടും ഒരു പുകമറ സൃഷ്ടിക്കുകയും സംശയത്തിന്റെ നിഴലിൽ ദിലീപ് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജിലൂടെ ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു, എന്റെ പേര് പറയിക്കാൻ ബോധപൂർവമായി ചിലർ ഇക്കാര്യത്തിൽ ശ്രമിക്കുന്നുണ്ട്, അവർ അതിൽ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ പരിണിത ഫലമാണ്, ഇത്തരത്തിലുള്ള ഗൂഢാലോചനകളുടെ ഫലമാണ് തന്റെ പേര് ഇതിലേക്ക് വലിച്ച് ഇഴക്കപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തായാലും ദിലീപിന്റെ മൊഴി അല്ലെങ്കിൽ ദിലീപിനെ ചോദ്യം ചെയ്യാൻ മൊഴിയെടുക്കാൻ വിളിക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. 2 ദിവസങ്ങൾക്ക് ശേഷം ഇക്കാര്യത്തിൽ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ വാദഗതികളെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല പോലീസ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ ഒന്നാമത്തേത്, താൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്ന് ഇന്നലെ കൂടി അദ്ദേഹം ആവർത്തിച്ചു. പക്ഷേ ദിലീപ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല. കേസിനെ അങ്ങനെ ഒന്നായി കണ്ട് ഈ നടിയെ തെറ്റിക്കൊണ്ടുപോയ കേസിൽ ഒന്നായുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് അദ്ദേഹത്തെ വിളിപ്പിക്കുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും പൂർണ്ണമായി ഈ മൊഴികൾ വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഏറ്റവും ഒടുവിലായി ഇതൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ സഹപ്രവർത്തകരായ സലീം കുമാറിനും അജു വർഗീസിനും നന്ദി അറിയിച്ചുകൊണ്ടും മറ്റു തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് FB പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ദിലീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നുണപരിശോധനയ്ക്ക് തയ്യാറെന്ന് അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ നടിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ സലീം കുമാറിനും നന്ദി കൂടി ഈ ലേഖനത്തിലൂടെ, ഈ പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നു.